ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം സ്വർണം പിടിച്ചെടുത്തു. ബംഗളൂരുവിലെ ശ്രീരാംപുരയിലെ വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ഭൂമി ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലടക്കം എത്തി തെളിവെടുത്തിരുന്നു. മനു ഭരത് വിവരങ്ങളുമായി. മനു, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ 176 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ സ്വർണം എവിടെ പോയി എന്നതാണ് ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണ സംഘം വളരെ നിർണായകമായ ഒരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണം എടുത്തിട്ടുള്ളത്. ശ്രീരാംപുരയിലെ വീട്ടിൽ ആണ് പരിശോധനകൾ നടത്തിയത്. ഭൂമി ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വർണം ആഭരണങ്ങളായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ വീട്ടിൽ എത്തി പരിശോധന തുടർന്ന സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തത്. അപ്പൊ ബംഗളൂരുവിലെ ശ്രീരാംപുരയിലുള്ള കോത്താരി മാൻഷനിലെ 4ാം നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബസമേതം താമസിക്കുന്നത്. SIT സംഘം രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചു. അങ്ങനെയാണ് ഈ സ്വർണം വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. ബംഗളൂരുവിലെ പോലീസിലെ ഉദ്യോഗസ്ഥരും SITയോടൊപ്പം പോറ്റിയുടെ വീട്ടിൽ പരിശോധനയ്ക്ക് സഹായങ്ങൾ നൽകിയിരുന്നു. കേരളത്തിൽ നിരവധി ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായും വ്യക്തമായിട്ടുണ്ട്. അതിന് സമാനമായി ബംഗളൂരുവിലെ പോറ്റിയുടെ ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിൽപ്പന നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പരിശോധന വീണ്ടും തുടരുകയാണ്. ഒപ്പം തന്നെ ഹൈക്കോടതി അമിക്കസ് ക്യൂരിയും ഈ വിഷയത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇന്ന് ഇപ്പോൾ ചെന്നൈയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുക്കുന്നുണ്ട്. പോറ്റിയുടെ വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂമി ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്ത കൂട്ടത്തിലുണ്ട്.